പുയ്യാപ്പിള സൽക്കാരത്തിന് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടിയ ഒരു സാധനം നമ്മളെ മുട്ടമാല. പുയ്യാപ്പിള തന്നെ വിളിക്കുക ഇതിന്. കാരണം പുയ്യാപ്പിള ഉണ്ടോ അവിടെ മുട്ടമാലയുണ്ട്. എന്നാൽ പിന്നെ ഉണ്ടാക്കി തുടങ്ങിയാലോ? മലബാറുകാരുടെ സ്പെഷ്യൽ മുട്ടമാല കേട്ടോ. എന്നാൽ വേഗം കുറച്ച് മുട്ട എടുത്ത് നമ്മൾ 10 മുട്ടേൻ്റെ അളവാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ബൗളിലേക്ക് മുട്ട മുഴുവനായി പൊട്ടിച്ച് പാരണം. ഇത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കേട്ടോ പറഞ്ഞേ. മുട്ട പൊട്ടാണ്ട് മഞ്ഞക്കരി പൊട്ടാണ്ട് പതുക്കെ ഒഴിക്കണേ, പൊട്ടാതെ എടുക്കണം കേട്ടോ. ഇത് നമുക്ക് മഞ്ഞ വേർതിരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ബൗളിൽ നിന്ന് നേരെ അതിൽ നിന്ന് ഓരോരോ മഞ്ഞയാക്കി എടുത്ത് നമ്മൾ നേരെ അരിപ്പയിലേക്ക് ഇട്ട് നമ്മൾ മഞ്ഞയും വെള്ളയും തമ്മിൽ വേർതിരിക്കണം. കണ്ടാ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മഞ്ഞ വേർതിരിഞ്ഞ് കിട്ടും. അല്ലാണ്ട് കൈമേൽ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് കളിക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. അപ്പം മഞ്ഞ നമ്മൾ അരിപ്പയിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലോണം അരിച്ചിങ്ങെടുക്കണം കേട്ടോ. നല്ലോണം അരിച്ചൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. പിന്നെ നമുക്ക് വേണ്ടി എന്തെന്നല്ലേ, 1 കപ്പ് പഞ്ചസാര വേണം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഏതിലാണോ മുട്ടമാല ഉണ്ടാക്കാൻ നോക്കുന്ന പാത്രം അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവുമാണ് കേട്ടോ. 1 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം. പിന്നെ വേണ്ടിയത് 2 ഏലക്കായ് കേട്ടോ. 2 ഏലക്കായ് ഇട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. വെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളയിലെ മുട്ടേൻ്റെ വെള്ളയിൽ നമ്മളോട് അറിയാണ്ട് ഒരു മുട്ടേൻ്റെ മഞ്ഞ പെട്ടുപോയി കേട്ടോ. അത് ഒന്ന് പൊട്ടിയതാ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് 1 സ്പൂണ് മുട്ടേൻ്റെ വെള്ളം എടുത്ത് നമ്മളിങ്ങനെ പഞ്ചസാര ലൈനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന മുട്ടേൻ്റെ വെള്ളേൻ്റെ വേസ്റ്റുകളെല്ലാം നമ്മൾ നീക്കം ചെയ്യണം കേട്ടോ. എന്നിട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് മുട്ടമാല പാരാൻ വേണ്ടിയിട്ട് വീശാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കണ്ടേ. എല്ലാവരും കുപ്പിയല്ല എടുക്കല്. നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മളെ ഇല കേട്ടോ. പെലാച്ചപ്പിൻ്റെ ഇല എടുത്ത് ഇങ്ങനെ ആക്കി എടുക്കണം, കുമ്പളം കുത്തി എടുക്കുക. എന്നിട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ മുട്ടേൻ്റെ വേസ്റ്റെല്ലാം നല്ലോണം പോലെ പതച്ച് തിളച്ച് മുന്നിലേക്ക് മേലേക്ക് പൊന്തി നിൽക്കണം. അപ്പം നമ്മൾ ആ വേസ്റ്റെല്ലാം നീക്കം ചെയ്യണം കേട്ടോ. കുമ്പളം നമ്മൾ പണ്ട് കഞ്ഞി കുടിക്കില്ലേ, എങ്ങനെയാ നമ്മൾ പെലാച്ചപ്പം കൊണ്ടൊരു കുമ്പളം ഉണ്ടാക്കി നമ്മൾ കഞ്ഞി കോരി കുടിക്കുന്നതാ. അതുപോലെ എന്തുണ്ടാക്കണോ, നമ്മളെ കുമ്പളം ഉണ്ടാക്കി അതിൻ്റെ അടി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യണം, ചെറിയ ഒട്ട വരുത്തണേ. പിന്നെ നല്ല പോലെ തിളച്ച് വരുന്ന പഞ്ചസാര ലായനി കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറുതാക്കി തെളിച്ചാലൊന്നും പോരെ, നല്ല പോലെ തിളച്ച് വരണം. അതായത് നല്ല പത വരണം. സോപ്പ് പൊടിൻ്റെ എല്ലാം ഒരു പത ഉണ്ടാവില്ലേ, അതുപോലെ വെള്ളം നല്ല പൊക്കളയായിട്ട് വരണം കേട്ടോ. നല്ല പൊക്കള മേലേക്ക് നമ്മളിങ്ങനെ വീശി കൊടുക്കണം. പെലാച്ചപ്പിലേക്ക് മുട്ടേൻ്റെ മഞ്ഞ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, ആ മഞ്ഞ ഇട്ട് മഞ്ഞ പാർന്നു കൊടുത്ത് നമ്മൾ നല്ലോണം ഈ പതയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ വീശി കൊടുക്കണം കേട്ടോ. എല്ലാടി എത്തണേ മുട്ടേൻ്റെ മഞ്ഞ എല്ലാടിയും നമ്മളിങ്ങനെ വീശി കൊടുക്കുക. എന്നിട്ടോ നല്ല പതയുള്ളവർ മാത്രം കേട്ടോ വീശാൻ പാടുള്ളൂ. പത കുറഞ്ഞാൽ വീശറേ, പത ഒന്നും കുറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വീശാൻ പാടില്ല. പിന്നെ നമ്മൾ അല്പം വെള്ളം നമ്മൾ മുട്ടമാലയിലേക്ക് തെളിച്ചു കൊടുക്കണം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ മുട്ടമാല ഇവിടെ സെറ്റായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 2 തുള്ളി വെള്ളം കുടഞ്ഞു കൊടുത്ത് അതിനൊന്ന് തണിച്ച് നേരെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് ആ പഞ്ചസാര ലായനിയും പിന്നെ നമ്മൾ മാറ്റി വെച്ച മുട്ടേൻ്റെ വെള്ളയില്ലേ അതും അതിലേക്ക് 2 സ്പൂണ് പാൽപ്പൊടി, നമ്മളെ മുട്ടേൻ്റെ വെള്ളയും അതിലേക്ക് 2 സ്പൂണ് പാൽപ്പൊടിയും പിന്നെ നമുക്ക് വേണ്ടി 1 സ്പൂണ് മൈദയും പിന്നെ 1/4 കപ്പ് നമ്മൾ പഞ്ചസാര ലായനില്ലേ, ഇപ്പം മാല ഉണ്ടാക്കിയ വെള്ളം അതാ, ആ പഞ്ചസാര ലായനി 1/4 കപ്പ് പാർന്ന് നല്ല പോലെ മിക്സിയിൽ അടിച്ചിങ്ങെടുക്കണം കേട്ടോ. നല്ല പോലെ അടിച്ചെടുക്കണേ. പിന്നെ നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒരല്പം എണ്ണ തടവി നമ്മളിപ്പോൾ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ മുട്ടമാലേൻ്റെ മിക്സില്ലേ, അല്ല മാലേൻ്റെ അല്ല കേട്ടോ, നമ്മളെ വൈറ്റിൻ്റെ മിക്സ്, അത് നമ്മൾ അതിലേക്ക് പാർന്ന് ഒരു മൂടിച്ചെമ്പിൻ്റെ മൂടിമേൽ ആവി കയറ്റി വേപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ മാലയും സെറ്റ്, നമ്മളെ പോളയും സെറ്റ്. ഇങ്ങനെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും അത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്യൂലേ. ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് എല്ലാം ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇങ്ങനെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ